നീ എന്നോമൽ പുഞ്ചിരി അങ്ങനെ ഇപ്പോൾ മക്കളെ സ്കൂൾ കയക്കുന്ന ഒരു പണി കുറഞ്ഞ് അതുകൊണ്ട് തന്നെ നമ്മൾ സുബൈക്ക് കാണിച്ചിട്ടായിട്ട് പിന്നെ നിസ്കാരങ്ങൾ കഴിഞ്ഞിട്ട് ഉറങ്ങിയെങ്കിൽ പിന്നെ അടിക്കുന്നത് ഒരു 12 മണിയാകുമ്പോൾ പിന്നെ നോക്കിയാൽ മതി. അങ്ങനെ ഫുഡ് കഴിക്കുന്നത് ഒരു 12 മണിക്ക് അടിച്ചിട്ടാണ് നോക്കുമ്പോഴത്തേക്കിന് ചെറുപയർ കറി മാത്രം ഉണ്ടായിരുന്നു രാത്രിയത്തെ. പിന്നെ വേറെ ഒന്നും കറി ഉണ്ടായിട്ട് അപ്പോൾ മക്കൾക്ക് വേറെ എന്തെങ്കിലും കറി വേണമല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്നൊരു തട്ടിക്കൂട്ട് സാമ്പാർ ഉണ്ടാക്കിന്. പിന്നെ നിഹാലിൻ്റെ സ്പെഷ്യൽ ഒരു ചിക്കൻ ഉണ്ടാക്കിന്. അങ്ങനെ ഇത് മറ്റേ മത്തങ്ങയില്ലേ അത് മാത്രം ഇട്ടിട്ടുള്ള ഒരു സാമ്പാറാണ്. അങ്ങനെയും സാമ്പാർ ഉണ്ടാക്കാറിയോ, തക്കാളി വരെ ഉണ്ടായിട്ടാ തീർന്നിട്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു സാമ്പാർ ഉണ്ടാക്കി ഞാൻ. പിന്നെ ഇഡ്ഡലി എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കിയതൊന്നും നോക്കണ്ട, ഇഡ്ഡലി അല്ല ആയത്. എന്താ പറയുന്നത്, ഇഡ്ഡലി എന്ന് പറഞ്ഞിട്ട് തിന്നുമ്പോഴേക്കും ഉണ്ടാക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കിന്. പിന്നെ ഞാൻ വെച്ച് കുറച്ചെങ്കിലും സോഫ്റ്റ് ഉണ്ടാവും, തിന്നുമ്പോഴേക്കാന്ന് മനസ്സിലായത് ഇത് സോഫ്റ്റ് ഒന്നും ഇല്ലാന്ന്. ഞാൻ അരിയൊന്ന് ചേഞ്ച് ആക്കിന്, എന്താണെന്ന് അറിയില്ല, തീരെ സോഫ്റ്റ് ആയിട്ടാണ്. എന്നാലും വിഷക്കുമ്പോൾ എന്തോ ഇറങ്ങുമല്ലോ എന്നിട്ട് അങ്ങനെ പണി നടക്കുന്നുണ്ട്. ഇതിൻ്റെ പേരെന്ത്, മൈദപ്പൊടിയിൽ മുക്കിയ ചിക്കൻ അല്ല ഇതോ ഇത് ഇതെന്ത് എന്ത് ഇതില്ലേ പൊറോട്ട അങ്ങനെ വൈകുന്നേരം ആകുമ്പോൾ എല്ലാവരും ഇറങ്ങി കിച്ചണിലേക്ക്. മോനും വന്നനാ മറ്റേ ഇങ്ങനെ എന്ത് നുള്ളിയിട്ട ഉണ്ടാക്കാൻ ചെറുപഴം ഇട്ടിട്ട് മിക്സ് ആക്കി വെച്ചിന്. റവയും മൈദപ്പൊടിയും പഞ്ചസാരയും മുട്ടയും ചെറുപഴം ഉപ്പും. ആരും എടുക്കും നിന്റെ ചിക്കൻ. ഈ ചിക്കൻ എന്ത് ഇങ്ങനെ പൊറോട്ടക്ക് ചെറുപയർ കൂട്ടിയിട്ട് കൊത്തു പൊറോട്ട, ചെറുപയർ കൊത്തു പൊറോട്ട, വെജ് കൊത്തു അതുണ്ടാക്കും. മേരാ ചട്ടി തേരാ ചട്ടി അതാരാ ചട്ടി? അത് ഓൻ്റെ ചട്ടി. ചട്ടി അടുപ്പ് കത്തിക്ക്. കിച്ചണില് ഇറങ്ങാത്തപ്പോ ഇന്ന് ഇല്ലേ കാലത്തെ മുതൽ കിച്ചൺ കണ്ടിട്ടില്ല, ഒന്നും കണ്ടില്ല. ഇപ്പൊ നോക്കി അടുപ്പിന് റെസ്റ്റ് ഇല്ല. ഇപ്പൊ ഈ മക്രോണിക്ക് ഉപ്പിടിനാ അന്നൂര് നിന്റെ ബർത്ത്ഡേ എവിടെയെങ്കിലും ആഘോഷിക്കണമെന്നല്ല, പുറത്തല്ല, പുറത്ത് മുറ്റത്താക്കി എന്താ കിച്ചണിന്റെ സൈഡാ, കൊട്ടുപുറത്ത് സൈഡാ ഇവിടെയും കാക്ക. പൊന്നിന്റെ ഫുഡ് റെഡിയായി. ചപ്പാത്തിയും പൊറോട്ടയും ചെറുപയറും എല്ലാം. എന്തിനാ പപ്പ ഒന്നുമല്ല, പപ്പാക്കത് ഇങ്ങനത്തല്ല വേണ്ടത്. ഇതാണ് പപ്പാക്ക് വേണ്ടത്. അതുണ്ടാക്കുന്നത് പഴംപൊരി അല്ല, പഴന്നുള്ളി ഇട്ടത് എന്നുണ്ട്. ഇത് അന്നൂന്റെ സ്പെഷ്യല്. മുട്ട ഉണ്ടല്ലോ, സോറി ഉണ്ട്. ഞാൻ ഓർമ്മയില്ലാതെ മുട്ട ഇട്ടിട്ടാണ് ഇത് മൈദ കുഴച്ചത്. അപ്പം മോനെ മുട്ട കഴിക്കാൻ പാടില്ലല്ലോ, അലർജി അല്ലേ. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഒന്നുകൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിലെ മൈദ കുഴച്ചിട്ട് മുട്ടയില്ലാതെ ഉണ്ടാക്കാമല്ലോ, എനിക്ക് ഇഷ്ടമാണതല്ലോ. ഇഷ്ടം പോലെ ഉപ്പുണ്ട്. അങ്ങോട്ടും ഇട്ടോളൂ. ചിക്കൻ കൂടിയിട്ടുണ്ടാക്കുന്നത് ഇതെന്തല്ലോ തക്കാളി ഗാർലിക് പേസ്റ്റ്, മൈദയും പാലും എല്ലാം, തക്കാളി ബീജം അന്നു എന്തെങ്കിലും ഇങ്ങനെ തട്ടിക്കൂട്ട് എന്തെല്ലാം ഉണ്ടാക്കും. അപ്പം അന്നു അത് പറഞ്ഞത് അതെല്ലാം എൻ്റെ റെസിപ്പിയെല്ലാം പറഞ്ഞത് എന്തെല്ലാം ഉണ്ട് എന്നിട്ട് അങ്ങനെ എന്തായാലും ഞാൻ പറയാറുണ്ട്. എന്തറിയോ, മംഗലം കഴിച്ചെങ്കിൽ ഓനക്ക് പൈക്കല എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കി കൊടുക്കുമെന്നിട്ട്. പിന്നെ ഓർഡർ ആക്കിയിട്ട് ബി11 ഒരു പുതിയതായിട്ടൊരു ചീസ് ക്രീമെല്ലാം ഉള്ളിൽ വെച്ചിട്ടൊരു കുനാഫാൻ്റെ മിക്സ് പോലത്തെ അതെല്ലാം ഉണ്ടല്ലോ ഇപ്പോൾ പുതിയതായിട്ട്, അത് കൊണ്ടുവന്നിട്ട് അത് പിന്നെ അപ്പം തന്നെ കളിയാക്കിന് എല്ലാവരും കൂടിയിട്ട്. എല്ലാം കഴിഞ്ഞിട്ടുള്ള ഈ പണിയാണ് വലിയൊരു പണിയല്ലേ, പാത്രം കവല്. അതില്ലാത്ത ബുദ്ധിമുട്ട് തന്നെ. അങ്ങനെ ഞാൻ രണ്ടാമതും
മൈദ കുഴച്ചിട്ട് പിന്നെ ഉണ്ടാക്കി നുള്ളിയിട്ടത്. ഇത് മുട്ട ഇടാതാണ് ഉണ്ടാക്കി. അവനക്ക് മുട്ട തീരെ പറ്റില്ല. മുട്ടേൻ്റെ പേര് പറഞ്ഞേ എനിക്ക് അപ്പം മുഖത്തുമെല്ലാം അലർജി വരും എന്ന് പറഞ്ഞത്. മട്ടത്തിലേക്കായിപ്പോയി ഇപ്പോൾ അലർജി എന്ന് പറയുന്നത്. അങ്ങനെ ഇതാ എന്നുണ്ടാക്കിയ എന്താ പറയുന്ന പാസ്ത ഇല്ലേ, പാസ്ത എന്ന് പറയാം, മക്രോണി എന്ന് പറയാം, എന്ത് പേര് വേണമെങ്കിൽ പറയാം. റെഡി ആയിന്. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിന്. അറിയാം ചൂടുണ്ടേ? ചൂടുണ്ട്. പിന്നെ ഇക്ക രാത്രി വന്നിട്ട് ഇക്ക പിന്നെ ഇങ്ങനത്തൊന്നും മക്രോണി അങ്ങനത്തൊന്നും നടക്കില്ല. അപ്പോൾ എന്ത് സാമ്പാറായെങ്കിലും ഒക്കെ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇക്കാക്ക് ചോറാണ് വേണ്ടത്. അങ്ങനെ ഇക്കാക്ക് ചോറും പിന്നെ മുട്ട ഓംലെറ്റ് ഉണ്ടാക്കി. ഇതെല്ലാം ഇക്കാക്ക് ഇഷ്ടം. അങ്ങനെ ഇക്കാക്ക് ഉള്ള ഫുഡെല്ലാം ഇങ്ങനെ ആക്കി കൊടുത്ത്. അപ്പോൾ ഓംലെറ്റ് എല്ലാം നമുക്കില്ലേ ഇങ്ങനെ ഓംലെറ്റ് തിന്നുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വെറുതെ തിന്നാനാണ്. എനിക്ക് ചോറിൻ്റെ ഒന്നും വെച്ചൊന്നുമില്ല ഇഷ്ടം. വെറുതെ ഇങ്ങനെ തിന്നുമല്ലോ ഓംലെറ്റ്, അങ്ങനെ ഇഷ്ടമാണ്. ഞാൻ ചോറിൻ്റെ ഒന്നിച്ച് ഓംലെറ്റ് ഒന്നും ആക്കി തന്നലില്ല. ഇക്കക്ക് ചോറിൻ്റെ ഒന്നിച്ച് കൊടുക്കലാന്ന് ഇഷ്ടം. അങ്ങനെ കറിയൊന്നും ഇല്ലയെന്ന് വിചാരിക്കുമ്പോൾ ഉമ്മ കൊടുത്തു വെച്ചാൽ കയ്പ കറി നമ്മളുടെ സ്റ്റോക്കല്ലേ അതുണ്ടായിന്, പിന്നെ സാമ്പാറുണ്ടായിന്, അങ്ങനെയെല്ലാം ആയിട്ട് ഇക്കാക്ക് അഡ്ജസ്റ്റ് ആക്കിന്. അങ്ങനെ രാത്രി ആകുമ്പോഴത്തേക്ക് നൈലാക്ക് നല്ലോണം അലർജിയായി. എന്ത് പെട്ടെന്നായതാണ്. മുഖത്തും എല്ലായിട്ട് ചൊറിച്ചിലെല്ലാം തുടങ്ങി. ഇപ്പോൾ തണുപ്പ് വന്നപ്പോൾ ചില സമയത്ത് കൊതുകെല്ലാം ഉള്ളിൽ വരുന്നു. ഇങ്ങനെ ഡോർ തുറന്ന് വെച്ചെങ്കിൽ നമ്മൾ പിന്നെ വില്ലയിലും അല്ലേ, അങ്ങനെ എന്തോ കടിച്ചിരുന്ന് രാവിലെ പറയുന്നുണ്ടായിന്. പിന്നെ രാത്രി ആകുമ്പോഴത്തേക്ക് ഇങ്ങനെല്ലായി. പിന്നെ പെട്ടെന്ന് അടുത്തുള്ള ഹോസ്പിറ്റലെല്ലാം പോയിട്ട് കൊണ്ടുവന്നപ്പോൾ ഒന്നും ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടൊന്നുമില്ല. പെട്ടെന്ന് പേടിച്ചു പോയി. പനിയെല്ലാം വന്നിട്ടുണ്ടായിന്. അങ്ങനെ കൊണ്ടുപോയിട്ട് പെട്ടെന്ന് വിടുന്നത്. അപ്പോൾ പിന്നെ ഫാർമസിയിൽ മരുന്ന് വാങ്ങുമ്പോൾ ഉള്ള ഇത് സർലേക്ക് കണ്ടപ്പോൾ സർലേക്ക് വേണമെന്ന് പറഞ്ഞു. പണ്ട് തിന്ന ഓർമ്മയോ എന്തെന്നറിയില്ല, അത് വാങ്ങി തിന്നിന്. നൈലാൻ്റെ ബർത്ത്ഡേ നാളെ. ഇക്ക കേക്ക് കൊണ്ടുവന്നല്ലേ? താങ്ക് യു. ഇക്ക ചെല്ലുന്നില്ലേ? നോക്കട്ടെ. ക്യാൻഡില്ല ഇന്റെ ഒന്നിച്ച് തന്നെ വരുന്നതാ. വേണ്ടപ്പ ക്യാൻഡിലൊന്നും കത്തിക്കണ്ട. ക്യാൻഡിലൊന്നും കത്തിക്കണ്ട. നെയ്ല ഒരു കുഞ്ഞ കേക്ക്. നെയ്ലക്ക് ഇതെന്തിനാ? ചീസ് കേക്കാ അല്ലേ? ഇന്നലെ ഞാൻ വ്ലോഗ് എടുത്ത് വെച്ചിട്ടുണ്ടായിന്. ഇന്ന് നെയ്ല എൻ്റെ മുഖത്തുള്ള അലർജിയെല്ലാം പോയിന്. അപ്പോൾ രാത്രി ആകുമ്പോൾ മോന് വരുമ്പോൾ ഒരു കേക്കെല്ലാം കൊണ്ടുവന്നിന്. അപ്പോൾ നമ്മൾ കേക്ക് മുറിച്ചിട്ട് ആഘോഷിക്കാൻ തീരുമാനിച്ചിട്ടൊന്നും ഉണ്ടായിട്ടാ. അങ്ങനെ ആക്കുന്നില്ല എന്നും വിചാരിച്ചിന്. ആഘോഷമൊന്നും ഇല്ലല്ലോ. പിന്നെ നമ്മൾ ഇങ്ങനെ ഫുഡ് കൊടുക്കുന്നില്ലേ, അങ്ങനെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിന്. എത്തിച്ചു കൊടുക്കുന്നില്ലേ അങ്ങനെ. അപ്പോൾ ഇതിപ്പം മക്കൾക്ക് കേക്ക് ഇഷ്ടമല്ലേ, അങ്ങനെ മോന് കൊണ്ടുവന്നത്. എടുത്തു വെച്ച വ്ളോഗ് ഞാൻ ഇടാതായിപ്പോയത് മോൾക്ക് സുഖമില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിതിടുമ്പോൾ ലേറ്റായി പോകും. രാത്രിയാകുമ്പോൾ പിന്നെ നമുക്ക് വീഡിയോ ഇടാനും പറ്റില്ലല്ലോ. അങ്ങനെ ഞാൻ പെട്ടെന്നാന്ന് ഇടും. അപ്പോൾ ഇന്നലെ എന്ന് പറഞ്ഞിട്ട് ഇടുന്നത് എന്തായിരിക്കും അങ്ങനെ ലായി പോകുന്നത്. ചിലപ്പോൾ നമുക്ക് എന്താ പറയുന്ന ഒരു ഫാമിലി ആയിട്ട് കഴിയുമ്പോഴത്തേക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് എല്ലാം പറ്റിയൊന്നും വരില്ലല്ലോ അങ്ങനെ. ഇൻഷാ അല്ലാഹ് ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന്